ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സിങ്ങോ അല്ലാതെ പിന്നെ പുതിയ ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ഒക്ടോബർ 19 എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, 4ാമത്തെ വയസ്സ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ബർത്ത്ഡേ, എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും നമ്മൾ ആഘോഷമായിട്ടൊന്നും കഴിക്കാറില്ല കേട്ടോ. ചിലപ്പോൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കും, അതും ചിലപ്പോൾ, എല്ലാ പ്രാവശ്യവും നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല. അപ്പോൾ കുറേ കാലമായി എന്നോട് പറയുന്നു, എനിക്ക് ഈ ഷോർട്സ് വീഡിയോ ഒക്കെ കാണുമ്പോൾ അവൾ എനിക്ക് ബൊമ്മക്കുട്ടി കേക്ക് വേണം, ബൊമ്മക്കുട്ടി കേക്ക് വേണം. അപ്പോൾ ഇത് ഞാൻ സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കേക്ക് ഇതുപോലെ കാണാൻ കിട്ടില്ല. കാരണം അതിന് മുന്നേ ആൾ എന്നെ തൊയ്ര്യം കെടുത്തിട്ട് അത് എപ്പോഴോ കട്ടയിലും മുറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം തന്നെ കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇതുപോലെ ഇങ്ങനത്തെ ഒരു കേക്ക് ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനത്തെ ഒരു കേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, അത്യാവശ്യം നമ്മൾ കളറൊക്കെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേന് അത് കളർ എത്രത്തോളം അതിൽ ചേർക്കാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം അത്രയും നമ്മൾ കയ്യിൽ കളറാകുന്നതാണ്. അപ്പോൾ എനിക്കൊരു ഓർഡർ കിട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ പറയാറുണ്ട്, കളറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനോട് പറയാം കളർ ചേർക്കണോ വേണ്ടേ എന്നുള്ളത്. കാരണം അത്രയും കേൾക്കുന്നില്ല, അപ്പോൾ ഒരു ചെറുങ്ങനെ രീതിയിൽ ചേർത്താൽ മതി എന്ന് പറയും. അപ്പോൾ ഞാൻ പെട്ടെന്നുള്ള ഓർഡേഴ്സൊക്കെ അങ്ങനെ ഇപ്പോൾ കേക്ക് ഓർഡേഴ്സ് എടുക്കാറില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് സർപ്രൈസ് ആയിട്ട് തന്നെ ആൾ ഞാൻ കേക്ക് ഉണ്ടാക്കിയൊന്നും ആൾ കണ്ടിട്ടില്ല. പക്ഷേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളെ മൂത്തമ്മാനോടൊക്കെ പോയിട്ട് കേക്കുണ്ട്, നമുക്ക് ബൊമ്മക്കുട്ടി കേക്കാണെന്നല്ല. പക്ഷേ അവളെന്തോ മനസ്സ് കണ്ട പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവൾക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ 2 ബർത്ത്ഡേ ഉണ്ട്. അത് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം. ഒരു ബർത്ത്ഡേ ആരും മറക്കില്ല. കാരണം എന്താ വെച്ചാൽ റബീഉൽ അവ്വൽ 12 നബിദിനത്തിൻ്റെ അന്നാണ് എൻ്റെ മോള് ജനിച്ചത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഇതേപോലെ അരയന്നത്തിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കുറേ മുന്നേ ചെയ്തതാണ് കേട്ടോ. പിന്നെ 2ാമത്തെ ബർത്ത്ഡേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. 3ാമത്തെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് അവളൊന്ന് കട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാത്ത പ്രത്യേകിച്ചൊന്നും ഗിഫ്റ്റുകളൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാത്തത് ഇല്ലാഞ്ഞിട്ടും ഇതാക്കാഞ്ഞിട്ടൊന്നുമില്ല, മനഃപൂർവ്വമാണ്. നമുക്ക് എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഒരേപോലെ കഴിയണമെന്നില്ലല്ലോ, ഇന്ന് കഴിയണ പോലെ നാളെ കഴിയണമെന്നില്ലല്ലോ. അപ്പോൾ അത് അവർക്കൊരു എല്ലാ പ്രാവശ്യം ഇനി വരാനുണ്ടല്ലോ, ഗിഫ്റ്റ് കിട്ടാണ്ടല്ലോ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് എന്ന് കരുതി ഞാൻ മോൾക്ക് വാങ്ങിക്കൊടുക്കാതെ നിന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ തന്നെ യൂട്യൂബ് ഏണിങ്സ് 2ാമത്തെ ഏണിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവൾക്കൊരു വീതം നല്ല രീതിയിൽ അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അന്നൊന്നല്ല കൊടുക്കുന്നത്, അത് കഴിഞ്ഞൊരു 10-12 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കേക്കിന് ഞാൻ കളറില്ലാതെ ചെയ്ത് കൊടുത്തിട്ടുള്ള നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഗനാഷ് വെച്ചിട്ടാണ് കേട്ടോ. ഗനാഷ് വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ നമ്മൾ സെറ്റ് ആയതിന് ശേഷം വൈറ്റ് ക്രീം വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. എന്നാൽ കുട്ടികൾക്ക് ഒരു കെമിക്കലും ഒരു ഇതുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അത് സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ ആവശ്യത്തിന് നിന്നല്ലേ, സെയിൽ ചെയ്യാനൊന്നുമില്ല, ഇങ്ങനത്തെ ഡിസൈൻ തന്നെ മതിയല്ലോ. പ്രത്യേകിച്ച് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ തന്നെ പറ്റും. ഇതിലെ പേര് പോലും ഞാൻ എഴുതിയിട്ടില്ല. എനിക്കത് ഒന്നാമത് ഇഷ്ടമല്ല വെച്ചാൽ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഇതിലെങ്ങനെയാണ് അവരൊരു ആയുസ് കുറയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കേ.